തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയിട്ടില്ല എങ്കിലും രാഷ്ട്രീയ ചൂടിന് യാതൊരു കുറവുമില്ല. ആ ചൂടിൽ പക്ഷെ തിളച്ചു മറിഞ്ഞുകൊണ്ട് ഉരുകിത്തീരുന്നത് CPM-ഉമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ UDF-ന് പണിയാമെന്നാണ് ഇക്കൂട്ടർ നോക്കുന്നത്. അതിനായി ഒരിക്കൽ വാങ്ങിവെച്ച വെള്ളം വീണ്ടും അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ നോക്കുകയാണ് അവർ. എന്നാൽ ഇവിടെ ആ വെള്ളം ചൂടാവാൻ ആവശ്യമായ തീ കൂട്ടിക്കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. എന്തുകൊണ്ടാണ് വീണ്ടും പൊല്ലാപ്പുകൾ മാങ്കൂട്ടം ഉണ്ടാക്കി തീർക്കുന്നത് എന്തിന് എന്ന ചോദ്യം രാഹുൽ അനുകൂലികൾ പോലും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നാണ് പോലീസ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതായി പോലീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിജീവിത നൽകിയ പരാതി അടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പോലീസിന് രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം അതുവഴി അവർ ഉന്നയിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ 17-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് അതിജീവിത പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരുന്നു. രാഹുൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല എന്നും SITക്ക് നൽകിയ പരാതിയിൽ അതിജീവിത ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിജീവിതയെ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് എന്ന ജാമ്യവ്യവസ്ഥയിൽ ഉള്ളതാണ്. രാഹുൽ ഇത് ലംഘിച്ചു എന്നും മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുമായിരുന്നു പോലീസ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ പറഞ്ഞത്. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ മാസം തന്നെ ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാം ബലാത്സംഗ കേസിൽ ഡിസംബർ 10-ാം തീയതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയായിരുന്നു രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർക്കായിരുന്നു യുവതി പരാതി നൽകിയിരുന്നത്. കോൺഗ്രസിന് ലഭിച്ച പരാതി പോലീസിന് കൈമാറുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു യുവതിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നതത്രയും. താൻ നേരിട്ടത് ക്രൂരമായ ലൈംഗിക അതിക്രമമാണ് എന്ന് യുവതി പറയുകയും ചെയ്തിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്നും യുവതി പറഞ്ഞിരുന്നു. തന്റെ ടെലഗ്രാം നമ്പർ സംഘടിപ്പിച്ച ശേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി അടുപ്പം സ്ഥാപിച്ചത് എന്നും അതിജീവിത ഇതേ പരാതിയിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി അവധിക്ക് നാട്ടിലെത്തിയ തന്നെ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ കാറിൽ ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചു. അവിടെ വെച്ച് തന്റെ എതിർപ്പ് അവഗണിച്ചാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തത് എന്നൊക്കെയായിരുന്നു അന്നത്തെ മുഴുനീള പരാതിയിൽ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ശേഷം ജാമ്യം കിട്ടി പുറത്തു വന്നിട്ട് ഇപ്പോഴിതാ 17-ാം തീയതി വിളിച്ച ഒരു കോളിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ജയിലറയ്ക്കുള്ളിലാകുമോ രാഹുൽ എന്ന ചോദ്യം ഉയരുകയാണ്.